പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനാണ് യേശുക്രിസ്തു. റോമ 8:34 വിശുദ്ധ പൗലോസ് ലീഗായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നവനുമാണ് യേശുക്രിസ്തു എന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും ഒന്നിനും നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. റോമ 8:32 തിരുവചനം പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടതെല്ലാം യേശുക്രിസ്തു വഴി നമുക്ക് നൽകുക തന്നെ ചെയ്യും. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഒരാൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യേശുനാഥൻ പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലി അർപ്പിച്ചു. തൻ്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയമായി നമുക്ക് നൽകി. ജീവൻ്റെ അപ്പമായി മാറിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഇന്നും സജീവനായി യേശു വസിക്കുന്നു. മാത്രമല്ല, ഉദ്ധാനം ചെയ്ത യേശു തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. പാപമോചനവും പരിശുദ്ധാത്മാവിനെയും നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ അനന്ത യോഗ്യതയുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. നമുക്കെല്ലാവർക്കും വചനം പ്രഘോഷിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമുക്ക് കഴിയും. അത് നമ്മുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കും. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പശ്ചാത്താപമില്ലാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണം എന്ന് വിശുദ്ധ പൗലോസ് ലീഗ നമ്മോട് പറയുന്നുണ്ട്. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? നമ്മുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയാണ് ഉള്ളത്. നാം പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം നമ്മിലേക്ക് വർഷിക്കും. അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു എന്ന് തിരുവചനം പറയുന്നു. ജോബിൻ്റെ പുസ്തകം 42-10 പറയുന്നുണ്ട്, യേശു നമുക്ക് വേണ്ടി സദാസമയവും പിതാവിൻ്റെ സന്നദ്ധിയിൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. അപ്രകാരം ചെയ്യാൻ യേശു നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.